സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി 37 അധ്യായം വായിച്ച് 1 മുതൽ താഴോട്ട് വരുമ്പോൾ അതിൽ ഇങ്ങനൊരു വാക്യം സ്തോത്രം കൊടുത്തിട്ടുണ്ട്. ജോസഫിൻ്റെ സഹോദരന്മാർ അവനോട് സമാധാനമായി സംസാരിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ സമാധാനമായിട്ട് സംസാരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്തോത്രം, വീട്ടിലുള്ളവരായിരുന്നാലും ശരി തന്നെ, നാട്ടിലുള്ളവരായിരുന്നാലും ശരി തന്നെ, നമ്മളെ കൂടെ ഒപ്പം ചർച്ചിൽ വരുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെ, അവർ സ്തോത്രം സമാധാനത്തോട് നമ്മളോട് അവർ സംസാരിക്കില്ല. ആരെയും കുറ്റം പറഞ്ഞെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചത്. കാരണം ഈ പോയ 2 ദൈവനാമത്തിൽ പ്രസംഗത്തിൽ ഈ പോയ 2025 ഇട്ട 2 മെസ്സേജുകളിലും 1-2 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവ് ബ്രദറെ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ വചനധ്യാനം എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, അതിനാരെയും തെറി പറയുന്നില്ല, ഒരു കുറ്റം വിധിച്ചല്ല പറയുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നാൽ നമ്മളുടെ രോഗം മൊത്തം ആ ഡോക്ടറോട് പറയും. ആ ഡോക്ടർ എന്തെങ്കിലും ഗുളിയല്ല തരുന്നത്, അതിനൊത്ത നിങ്ങളുടെ അസുഖത്തിനൊത്ത മെഡിസിനാണ് അവരെഴുതി നമുക്ക് തരുന്നത്, നമ്മൾ കഴിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ അർത്ഥം, നല്ലൊരു ദൈവദാസൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സ്തോത്രം ജഡവുമായി ബന്ധപ്പെട്ട് കേട്ടാൽ അത് നിങ്ങൾക്ക് എപ്പോഴും കുറ്റബോധം ഉണ്ടാക്കത്തില്ല. ഹൃദയം തുറന്ന് ആ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം നിങ്ങളുടെ ദൈവത്തിൻ്റെ ഹൃദയത്തിനെ യോജിച്ച് നടക്കാൻ നിങ്ങളുടെ ഹൃദയം കൂടി കണക്റ്റിംഗ് ആവും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ജോസഫ് എന്ന് പറയുന്ന ആ ദൈവദാസൻ അല്ലെങ്കിൽ ആ വ്യക്തി തൻ്റെ സഹോദരന്മാരുടെ കൂടെ നടന്നിട്ട് ആടുകളെ മേയ്ക്കുമ്പോൾ സ്തോത്രം തൻ്റെ സഹോദരന്മാർ ചെയ്ത ഓരോ തെറ്റിനെക്കുറിച്ചും തൻ്റെ അപ്പനായ യാക്കോബിനോട് കൂടി സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്? എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു? നീ സ്നാനപ്പെട്ട് ദൈവ പൈതലാണെങ്കിൽ ദൈവവുമായിട്ട് നിനക്ക് നല്ല ബന്ധം, അതായത് പരിശുദ്ധാത്മാവായിട്ട് നിനക്ക് നല്ല ബന്ധം വരുമ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവാണ് മറ്റുള്ളവരുടെ സഹോദരന്മാരുടെ വീട്ടുകാരുടെ ഇടയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നീ കുറച്ചെങ്കിലും ചിന്തിക്കുക. ഇങ്ങനെ പറയുമ്പോൾ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടത്തില്ല, കൂടെയുള്ളവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ജോസഫ് പറഞ്ഞത് തൻ്റെ സഹോദരന്മാരുടെ മ്ലേച്ഛ സ്വഭാവങ്ങളെക്കുറിച്ച് തൻ്റെ അപ്പനോടാണ് പറഞ്ഞത്. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സ്തോത്രം. തിരുവചനം പറയുന്നു, ജോസഫിനെ അത്രമാത്രം എതിരായിരുന്നു തൻ്റെ സഹോദരന്മാർ. ഇത്രയും എതിരുള്ള ജോസഫിന് എങ്ങനെയാ സ്വപ്നം കാണാൻ പറ്റിയേ? 11 കറ്റകൾ എൻ്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നു. അതെങ്ങനെ കാണാൻ പറ്റി? ഒന്ന് ചിന്തിച്ച് നോക്ക്, എങ്ങനെ കാണാൻ പറ്റി? ഇനി 11 കറ്റേ 12 കറ്റയോ എന്തോ ആവട്ടെ, എങ്ങനെ ആ സ്വപ്നം? എന്നാൽ ഈ സ്വപ്നം ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ, ഞങ്ങൾ നിന്നെ വീണ്ടും നമസ്കരിക്കണോ എന്നൊരു പദം അവരുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തൻ്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി പറയാൻ പറ്റുന്നു. അവരുടെ അകത്തും ദൈവത്തിൻ്റെ ഒരു സ്പാർക്കുണ്ട്. പക്ഷേ അവരതിനെ ജഡകീയമായിട്ടുള്ള വിഷയങ്ങളെ കയറ്റി അതിനെ കോപത്തോട് സംസാരിക്കുന്ന ജോസഫ് അവരുടെ വാക്ക് കേട്ട് താഴ്ന്ന് 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 താഴ്ന്നു പോയെന്നല്ല പറഞ്ഞേ, അത്രമാത്രം അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. കാരണം നിൻ്റെ നേരെ വരുന്ന ഓരോ പ്രതിസന്ധികളുടെയും മധ്യേ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാലേ അതിന് ഒത്ത മറുപടി നിനക്ക് സംസാരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം പ്രസംഗിച്ചിട്ട് നിങ്ങൾ എന്നെ ഫോണിൽ കൂടി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പെട്ടെന്ന്, നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് വേണ്ട, നിങ്ങൾ നല്ലതാണോ? നിങ്ങളാണോ നല്ലത്? ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന രാജീവും ഫോണിൽ കൂടി സംസാരിക്കുന്ന രാജീവും രണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ വേണോ ശ്രദ്ധിച്ച് നോക്കുക. കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരെ കുറിച്ച് പഠിച്ചു നോക്കുക. അതിലൊരാളാണ് ജോസഫ്. ജോസഫ് എന്ന് പറയുമ്പോൾ 17-ാമത്തെ വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 17-ാമത്തെ വയസ്സിലാണ് തനിക്ക് സ്വപ്നത്തിൻ്റെ സ്തോത്രം അഭിഷേകം കിട്ടുന്നേ. അത് തൻ്റെ കുടുംബത്തിൽ ആദ്യം തുറന്നു പറഞ്ഞ് അതിനൊക്കെ ശേഷം പറയുന്നു, അപ്പനോടും പറയുന്നു 2ാമത്തെ സ്വപ്നത്തിന്. അപ്പനും ചോദിക്കുന്നു, ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ മുമ്പിൽ വണങ്ങുമെന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 17-ാമത്തെ വയസ്സ്. അപ്പൻ സ്നേഹം കൊണ്ട് നല്ലൊരു കുപ്പായം ഇട്ട് കൊടുക്കുന്നു. ആ കുപ്പായം കൂടി ഇട്ടപ്പോൾ സഹോദരന്മാർക്ക് കുറച്ചുകൂടി ദേഷ്യം.
നീ ഒന്ന് മനസ്സിലാക്ക്, നിൻ്റെ വീട്ടിനകത്ത് നീ ഞായറാഴ്ച തോറും ദൈവസന്നിധിയിൽ അഭിഷേകത്തോട് കൂടി നിൻ്റെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനവും വരുമ്പോൾ നിൻ്റെ കൂടെയുള്ളവർ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, നിന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, നിന്നെ വല്ലാണ്ട് ഞെരുക്കുന്ന വാക്കുകൾ പറയുമ്പോൾ നീ ക്ഷമയോട് ദൈവസന്നിധിയിൽ വന്ന ദൈവം വചനം വായിച്ച് കർത്താവേ എനിക്കിതിൽ നിന്നൊരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ ഇതെല്ലാം കേട്ടിട്ട് നീ തിരിച്ച് ജഡത്തിൽ മറുപടി പറയാൻ നിന്ന പിന്നെ നിനക്ക് പ്രസംഗിക്കാൻ പാടാണ്. വളരെ ചിന്തിക്കേ. കാരണം ജോസഫിൻ്റെ കൂടപ്പറപ്പുകൾ അവനെ അങ്ങ് വല്ലാണ്ടാക്കി. ഇനി ഇങ്ങനെ പൊട്ടക്കണ്ടറിലിട്ടല്ലോ, എന്നിട്ട് അപ്പൻ കൊടുത്ത വസ്ത്രം കീറിയല്ലോ, നേരെ ചന്തയിൽ കൊണ്ട് വിറ്റല്ലോ. ഇനി അവിടെ നിന്ന് നേരെ പോത്തിഫറിൻ്റെ വീട്ടിൽ വരുന്നല്ലോ. പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും പോത്തിഫർ അവനെ നോക്കുമ്പോൾ അവൻ തൊടുന്നതെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു, വിളവ് നന്നായിട്ട് വരുന്നു. എന്ത് കാരണം? തിരുവചനം വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹലോ, നീ മനസ്സിലാക്ക്, നീ ഇപ്പോൾ ഒറ്റപ്പെടുന്നുണ്ടാ? നിൻ്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാ? നിൻ്റെ ഭാര്യ ഒറ്റപ്പെടുത്തുന്നുണ്ടാ? നിൻ്റെ ചർച്ച്, നിൻ്റെ ചാർച്ചക്കാർ, നിൻ്റെ ഭവനം, നിൻ്റെ വീട്ടിലുള്ളവർ, നാട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാ? അവരോട് നീ കോപിക്കരുത്, അവരോട് കോപഭാവം കാണിക്കരുത്. കാരണം നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നീ ഒറ്റപ്പെടുന്നത്. സ്തോത്രം. തിരുവചനം പറയുന്നു, പോത്തിഫറിൻ്റെ ഭവനത്തിനകത്ത് പോത്തിഫറിൻ്റെ ഭാര്യ തൻ്റെ ശരീരത്തിൻ്റെ മേയ്മ കണ്ട് കയറി പിടിച്ചു. അവൻ കൈതട്ടി. ഈ മഹാപാപം ഞാൻ ചെയ്യാൻ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം വന്ന് അവൻ ആ വസ്ത്രം ഇട്ടിട്ട് ഓടി. എന്തിനു വേണ്ടി ഓടി? ദൈവം അവന് കൊടുത്ത സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മാത്രമല്ല, അവനെ വിളിച്ച സത്യസന്ധമായ ഒരു ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഇനി പോത്തിഫറിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ജോസഫിനെ എവിടെയാക്കി? കുണ്ടറയ്ക്കകത്താക്കി. കുണ്ടറയ്ക്കകത്ത് ആക്കിയപ്പോൾ അവനൊരു ഡ്രസ്സ് കൊടുത്തു. പോത്തിഫറിൻ്റെ ഭാര്യ ഡ്രസ്സ് വലിച്ചു കീറി, സഹോദരങ്ങൾ വലിച്ചു കീറി. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്ത വസ്ത്രമാണ് മന്ത്രിസ്ഥാനം. ഹലോ, ശ്രദ്ധിക്കേ. നീ വീട്ടിൽ വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ടോ? നിൻ്റെ നാട്ടുകാർ നിന്നെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടോ? നിൻ്റെ കിഴങ്ങൻ എന്ന് പറയുന്നുണ്ടോ? ഞങ്ങളെയൊക്കെ ഡെയിലി പറയുന്നുണ്ട് കിഴങ്ങ എന്നൊക്കെ. പക്ഷെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സ്തോത്രം, ആമേൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒറ്റ പദം, കർത്താവേ നീ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നീ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. കാരണം ജോസഫിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൂടപ്പുറപ്പ്, നാട്ടുകാർ ചെയ്യാത്ത തെറ്റ് എല്ലാം നേർക്ക് നേരെ സംസാരിക്കുകയാണ്. ഒരു മറുപടി ജോസഫ് അവരോട് നോക്കി പറയില്ല. കാരണം നിനക്ക് മറുപടി പറയേണ്ടത് നീയല്ല, നിൻ്റെ വിഷയത്തിൽ മറുപടി പറയേണ്ടത് നസറേനായ യേശുവ. ദൈവം, സ്തോത്രം, മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കുമ്പോൾ ആമേൻ, അത് ഭയങ്കര ആഴത്തിൽ അവർ മറുപടി കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അവരിങ്ങനെ സംഭവിച്ചത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജോസഫ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം ജോസഫിന് വേണ്ടി നിന്നു. അതേ സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി, അതേ അപ്പനും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഒരുപാട് പേര് ഞങ്ങളുടെ മെസ്സേജ് കേട്ടിട്ട് പറഞ്ഞു, മെസ്സേജൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ പ്രസംഗിച്ച ജനം കേൾക്കൂല, ജനം അതിട്ടോണ്ട് പോവും. ജനത്തെ പോഷിപ്പിക്കാനല്ല, ദൈവനാമം മഹത്വപ്പെടണം. ഒരു വ്യക്തിയാണോ അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹൃദയത്തിൽ കയ്പും കറുപ്പും വെച്ചേച്ചും പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരും മുട്ടുമടക്കരുത്. പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ്. ബൈബിളിൽ വ്യക്തമായിട്ട്, അതായത് ഉൽപ്പത്തി 37-ാം അധ്യായം 1 മുതൽ നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 17-ാമത്തെ വയസ്സിലാണ് അങ്ങേർക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, സ്വപ്നം ഒക്കെ കിട്ടുന്നത്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന കാര്യമെങ്കിലും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സഹോദരന്മാർക്കും അതുണ്ട് ആ വ്യാഖ്യാനം. പക്ഷെ അവരതിലേക്ക് വരുന്നില്ല. പകരം അവരുടേതായിട്ടുള്ള കൾച്ചറിലും ജഡത്തിലും. ഇന്നതല്ലേ ഒരു സഭയിൽ സ്തോത്രം തൻ്റെ പാസ്റ്ററിൻ്റെ പാസ്റ്റ് പറയുന്നത് കേൾക്കുന്നില്ല. അവർ ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയ്ക്കകത്ത് പോയിക്കൊണ്ടിരിക്കുക. ഒരപ്പൻ പ്രാർത്ഥിച്ചതെങ്ങനെ, അപ്പൻ പണ്ട് നടന്നതെങ്ങനെ, അപ്പൻ കഷ്ടപ്പെട്ടതെങ്ങനെയെന്ന് ഇന്നത്തെ പാസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്കിന്ന് മൊബൈൽ ഫോൺ, അത് ഇത് മറ്റത് മറിച്ചത് പറഞ്ഞ ലോക ചിന്തകളിൽ. ഒന്നാലോചിച്ചോ, നീയും ഞാനും മരിക്കും. എവിടെ പോവും? ഒരു വ്യക്തി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് അവൻ മരിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. നന്നായി ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. കാരണം എന്തോ, അവൻ 24 മണിക്കൂറും ദൈവത്തിൻ്റെ കൂടെയാണോ? ഇത് നമ്മുടെ മക്കൾ നമ്മൾ ഉൾപ്പെടെ പറയാമല്ലോ, 24 മണിക്കൂറിൽ സ്തോത്രം 20 മണിക്കൂറും നമ്മൾ മൊബൈൽ ഫോണിലാണോ?
ദൈവത്തിൻ്റെ കൂടെ ആമേൻ സ്തോത്രം. എത്ര മിനിറ്റാണ് നമ്മൾ ഇരിക്കുന്നത്? 15 മിനിറ്റ്, അര മിനിറ്റ്, അത്രയേ ഉള്ളൂ. നീ മൊബൈൽ ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ നോക്കുക. എത്ര നാറ്റ വിഷയം നിൻ്റെ നേരെ പറഞ്ഞാലും ശരി തന്നെയാണ്, നീ ചിരിക്കുകയല്ലാതെ, നീ സ്തോത്രം പറയണതല്ല, അതും ആത്മാർത്ഥമായി, അവരെ കോപിക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നസ്രായനായ യേശുവിനെ ക്രൂശിച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴും മൗനമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണ് ഞാനിത് പറയുന്നത്? 2025 നിൻ്റെ നേരെ പല പഴികളും പല വിഷയങ്ങളും നിൻ്റെ നേരെ വരും. നീ ജഡത്തിലെടുക്കരുത്. ചിലപ്പോൾ പാസ്റ്റർമാർ നിന്നെ സംസാരിക്കാം, വിശ്വാസികൾ നിനക്കെതിരായി സംസാരിക്കാം. കാരണം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം അത്ഭുതകരമായിട്ടുള്ള ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും തോറും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും നിന്നെ വെറുത്തിരിക്കും. ഉറപ്പായിട്ടും പറയാൻ വെറുക്കും. എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തെന്നറിയാവോ? നീ ഇനി ഈ യേശുവിൻ്റെ കൂടെ നടക്കാൻ പാടില്ല. ഇപ്പം തന്നെ നമുക്ക് ജോസഫിനെ എടുത്തു കഴിഞ്ഞാലും ജോസഫ് ചെയ്യാത്ത കുറ്റമല്ലേ പോത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞ് എന്നെ കയറി പിടിക്കാൻ വന്നു. അതിന് അടയാളം പറ്റല്ലേ അവർ ഈ കൈരി അല്ലെങ്കിൽ അങ്ങേരിട്ട ഡ്രസ്സ്. ഇനി കൈരി എന്ന് പറഞ്ഞപ്പം വലുതായി പോരുത് കേട്ടോ. ആ ഡ്രസ്സ് പിടിച്ചുകൊണ്ട് നിൽക്കുക, അതൊരു തെളിവാണ്. അവിടെ ഇന്ന് ജോസഫ് ഒന്നും മിണ്ടിയില്ല, മൗനമായി നിൽക്കും. നീ മൗനമായിരിക്കും, ദൈവം വലുത് നിനക്ക് ചെയ്യും. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറഞ്ഞു, കുടുംബത്തിൽ നിനക്ക് ഒറ്റപ്പെടലുണ്ടോ, ഭർത്താവിൽ നിന്ന് ഒറ്റപ്പെടലുണ്ടോ, നീ ഒന്നും നോക്കണ്ട, മൗനമായിട്ടിരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, അവർക്ക് വേണ്ടി സ്തോത്രം പറയേ. കാരണം ജോസഫിനെ ഉയർത്തിയ ഒരു ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തിയിരിക്കും. നിന്റെ പ്രാർത്ഥന ആ ഒരു വാക്കുകേട്ട് ഇല്ലാതാവരുത്. അവരങ്ങനെ സംസാരിച്ചു, ഇവരിങ്ങനെ പറഞ്ഞു, ഇന്നയാൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു നീ പറയടാവരുത്. സ്തോത്രം പറ. കർത്താവേ, അതാ പറഞ്ഞ യഹോവ യോസേഫിന് കൂടി ഉണ്ട് എന്ന് പോത്തിഫർ കണ്ട. അപ്പം നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അത് ലോകത്തിലെ ജനം കാണണം. ഇന്നയാളോട് കൂടി ഇന്ന വിഷയത്തിൽ ഇന്ന ആൾക്കാർക്ക് സംസാരിച്ചപ്പോൾ ഒരക്ഷരം പറയാതെ തല കുനിഞ്ഞ് മിണ്ടാതെ പോയി. എന്തിനു വേണ്ടി? മുൻകാലങ്ങളിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ 9,000 വാക്ക് പറഞ്ഞേ തിരിച്ചു വരാവും, വന്നിട്ടുമുള്ളൂ. പക്ഷെ രക്ഷിക്കപ്പെട്ട് മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന വ്യക്തി തല കുനിക്കേണ്ടി വരും. പക്ഷേ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ? എൻ്റെ മെസ്സേജ് കേട്ട് ഒരുപാട് പേര് സ്തോത്രം സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെന്നെ വിളിച്ച് പറയാറുണ്ട്, രാജീവ് ബ്രദറെ സോറി, ഞാൻ പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നത്തതിൽ അത് എൻ്റെ ജീവിതമായിട്ട് നല്ല താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. അങ്ങനെ വിളിച്ചവർക്കും അങ്ങനെ കണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവർക്കും എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നറിയാമോ? നിങ്ങളുടെ ഇങ്ങനത്തെ വാക്കുകളാണ് ഞങ്ങളെ വീണ്ടും 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 ആഴത്തിലേക്ക് പോകുന്ന സ്തോത്രം. ഇപ്പോൾ പത്രോസിനോട് പറഞ്ഞെന്താ? നീ ആഴത്തിൽ ഇറക്ക്. പത്രോസ്, നീ കാണാത്തൊരു ആഴമുണ്ട്. നിന്നെ ഇപ്പോൾ യേശു പറഞ്ഞ വാക്ക് കേൾക്കാതിരിക്കാൻ നിന്റെ ജഡവും നീ കണ്ണുകൊണ്ട് കാണുന്ന ഈ കാര്യമൊക്കെ നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നേ. കാരണം നീ അധ്വാനിക്കുന്ന ഒരുത്തനാ. പക്ഷെ കർത്താവ് പറയുന്നു, നീ അറിയാത്ത ഒരാഴമുണ്ട്. ആ ആഴം അറിയുന്നെങ്കിൽ നീ എന്നെ കാണണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, എങ്കിലും നിന്റെ നാമത്തിന് ഞാൻ വലയിറക്കാം. തിരുവചനം പറയുന്നു, അവൻ വലയിറക്കി, പക്ഷെ അത് ആഴങ്ങളിലേക്ക് പോയി. മീൻ എവിടെ കിടക്കുന്നുവോ അവിടെ വരെയും ആമേൻ സ്തോത്രം ആ വല ഇറങ്ങിപ്പോയി. കാരണം പറഞ്ഞത് യേശുവ, ചെയ്തത് പത്രോസുവാ. അത്ര വിശ്വാസത്താൽ ഇതിൽ കൂടി കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മെസ്സേജുകൾ ദൈവനാമത്തിൽ കേൾക്കണം. ജഡപ്രകാരം നിങ്ങൾ കേട്ടുകളയരുത്. ദൈവനാമത്തിൽ കേട്ട് വചനത്തിൽ അങ്ങനെ ഉണ്ടോ പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾ ധ്യാനിക്കണം. ഒറ്റ സ്റ്റെപ്പിന് കേട്ടിട്ട് സ്തോത്രം, അയ്യോ ഇനി അവനെ പ്രസംഗിക്കാൻ വിളിക്കല്ലേ, ഇനി അവനെ അങ്ങനെ വിളിക്കല്ലേ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട്, ദൈവദാസനെ ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങളെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ് വിളിക്കല്ലെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് കിടക്കുന്ന ഒരു സന്തോഷം എന്തെന്നറിയാമോ? ഈ വചനം ദൈവം തന്നതാണെന്ന് ഉറപ്പായി. സ്തോത്രം. ചുമ്മാണ്ട് പറയില്ല, കാര്യത്തിൽ പറഞ്ഞാൽ സ്തോത്രം. കാരണം നിൻ്റെ മേൽ. അതുകൊണ്ടാണ് ജോസഫിന് സഹോദരന്മാർക്ക് എതിര് സ്തോത്രം, പോത്തിഫറിൻ്റെ ഭവനത്തിനെതിര്, മൊത്തത്തിലും എതിര്. എന്തുകൊണ്ട്? ദൈവം അവൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ എതിർത്താലും ശരി തന്നെ, നീ മൗനമായിട്ടിരിക്കെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് അയക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.